മെജോറിറ്റി എനിക്ക് തോന്നുന്നു കെയർ ഗീവിംഗ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ കൂടുതലും ആൾക്കാരും മെജോറിറ്റി ആൾക്കാരും ലീവ് ഇൻ ജോബ് ചെയ്യുന്നവരാണ്. എംപ്ലോയർമാരുടെ ഒപ്പം താമസിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാ വീടുകൾക്കും സേഫ്റ്റി റൂമുകളില്ല. ഇപ്പൊ ഏറ്റവും അടുത്ത വർഷങ്ങളിലൊക്കെ പണിയുന്ന എല്ലാ ബിൽഡിങ്ങുകൾക്കും സേഫ്റ്റി റൂം വേണമെന്ന് നിർബന്ധമായ നിയമമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുതിയ കെട്ടിടങ്ങൾക്കൊക്കെ വീടുകൾക്കുള്ളിൽ തന്നെ ഒരു ബെഡ്റൂം തന്നെ സേഫ്റ്റി റൂമായിട്ട് പണിതിട്ടുണ്ടാകും. അതല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ താഴെ, അല്ലെങ്കിൽ ഇനി അപ്പാർട്ട്മെന്റുകളാണെന്ന്, ഇപ്പൊ ഒറ്റ വീടുകളാണെങ്കിൽ അങ്ങനെ, അപ്പാർട്ട്മെന്റുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെ ബിൽഡിങ്ങുകൾക്ക് കുറെ ഫ്ലോറുകൾക്ക് ഒരുമിച്ച് ഒറ്റ സേഫ്റ്റി റൂം ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റ ബങ്കർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾക്കൊരു ബുദ്ധിമുട്ട് കുറേയേറെ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം വീടുകൾക്കുള്ളിൽ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്കിപ്പം അലാറം വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പേഷ്യന്റ് വീൽ ചെയറിലുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അവരെയും എടുത്തുകൊണ്ട് നമുക്ക് ഈ സേഫ്റ്റി റൂമിലേക്ക് പോയി കയറുക എന്നുള്ളത് ടെക്നിക്കലായിട്ട് നമുക്ക് ഒത്തിരി ഒരു പ്രശ്നമാണത്. ഈ കെയർ ഗീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, നമ്മൾ ഈ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാളെ പോലെ ചേർത്ത് നിർത്തി സ്നേഹിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ഇട്ടിട്ട് പോകാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും നാട്ടിലെ കുടുംബത്തെ ഓർക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴും ഒക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും അങ്ങനെ പോകണം, ആ പേഷ്യന്റിനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് താഴേക്ക് പോകണം അല്ലെങ്കിൽ ബങ്കറിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാർക്ക് ഫാമിലികൾ അനുവാദം കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഈ രണ്ട് സിറ്റുവേഷൻ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതിന് നിയമപരമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ അതിന് വേണ്ട അതോറിറ്റീനെയൊക്കെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്, മെയിലുകളൊക്കെ അയക്കുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ. കാരണം ഇതുവരെയും ഞാൻ പറഞ്ഞില്ല, ഈ ഒക്ടോബർ 7-ാം തീയതി തൊട്ട് ഇതുവരെയുള്ള സമയത്ത് പോലും നമ്മൾ ഇത്രയും കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഈ കുറച്ച് ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. കാരണം കൂടുതലായിട്ട് നമുക്ക് അറ്റാക്ക് വരുന്നത് കൊണ്ടും അറ്റാക്കിന്റെ ആ ഒരു എന്താ പറയുക ശക്തി കൂടിയത് കൊണ്ടും നമുക്കത് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എവിടെ വേണമെങ്കിലും പതിക്കാം എന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ട അതോറിറ്റീനെ സമീപിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിലത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ലീവ് ഔട്ട് ജോബ് ചെയ്യുന്നവരുണ്ട്. എംപ്ലോയർമാരുടെ അടുത്ത് പോയി വന്ന് നമ്മുടെ പുറത്ത് അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ചുകൊണ്ട് എംപ്ലോയർമാരുടെ അടുത്ത് പോയി ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഇത്തിരി ഒരു വ്യത്യാസമുണ്ട്. ബസ്സുകളൊക്കെ കുറവാണ്. അപ്പൊ ടാക്സി പിടിച്ചൊക്കെ പോയി വരേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ ലീവ് ഔട്ട് ജോബ് ചെയ്യുന്നവർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നമുക്ക് അല്ലാതെയുള്ള ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭക്ഷണത്തിനോ വെള്ളത്തിനോ അങ്ങനെയൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഓൾറെഡി നമുക്ക് നേരത്തെ അവശ്യവസ്തുക്കൾ വിൽക്കുന്ന സ്റ്റോറുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ അതൊക്കെ ഓപ്പൺ ആണ്. പിന്നെ പോസ്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ അതൊക്കെ ലിമിറ്റഡ് അവേഴ്സ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഈ ബാങ്കുകളാണെങ്കിലും പോസ്റ്റ് ഓഫീസുകളാണ് നമ്മൾ കൂടുതൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ ആശ്രയിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളെയൊക്കെയാണ്. നാട്ടിലേക്ക് പൈസ അയക്കാനും പൈസ എടുക്കാനും ഒക്കെ ആശ്രയിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളൊക്കെയാണ്. അപ്പൊ സേഫ്റ്റി റൂമുകൾ ഉള്ള പോസ്റ്റ് ഓഫീസുകൾ മാത്രം നിലവിൽ 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി റൂമുകൾ ഇല്ലാത്ത പോസ്റ്റ് ഓഫീസുകൾ വർക്കിംഗ് അല്ല. അതേപോലെ തന്നെ ബാങ്കുകൾ, സ്ഥാപനങ്ങൾ, പിന്നെ നമ്മുടെ മിനിസ്ട്രിയുടെ ഓഫീസുകൾ, ഏജൻസികളുടെ ഓഫീസുകളൊക്കെ ഈ സേഫ്റ്റിയുടെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ബിൽഡിങ്ങുകളൊന്നും അതൊന്നും വർക്കിംഗ് അല്ല. അല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ അല്ലെങ്കിൽ അല്ലാത്ത ഓഫീസുകളൊക്കെ ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെ വർക്കിംഗ് ആണ്. അങ്ങനെയാണ് ഇപ്പൊ നിലവിലത്തെ സാഹചര്യം. ഇപ്പൊ നമ്മൾ വീടുകളിൽ തന്നെ ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി റൂം ഇല്ലാത്തവര് അവരെ ഓർത്ത് അവരെല്ലാവരും നമ്മൾ ചേർത്ത് പിടിക്കും. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ, മലയാളികളായിട്ടുള്ള ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ പേടി തോന്നുമ്പം അവരോട് നമ്മൾ പറയും ഗ്രൂപ്പ് കോൾ ഇടൂ, നമ്മൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം, ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെന്നൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് കോൾ വിളിച്ച് അവരുടെ കൂടെ ഇരിക്കാറുണ്ട്, ധൈര്യം കൊടുക്കാറുണ്ട്. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിലവില് അങ്ങനെയുള്ള ഒരു സാഹചര്യം വെച്ച് നോക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇനി ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് ഇസ്രായേൽ മലയാളികൾ എത്ര പേര് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാവുന്നു. ആരും പോകാൻ ഇവിടുന്ന് തയ്യാറാവൂല. ആദ്യത്തെ 2 ദിവസം ഇറാന്റെ ആക്രമണത്തിൽ ആദ്യത്തെ 2 ദിവസത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ അത്ര ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല അല്ലേ? കുറച്ചുകൂടെ മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയി, മെന്റലി സ്ട്രോങ് ആയി എല്ലാവരും. ആദ്യത്തെ ആ ഒരു 1-2 ദിവസം ആ ഒരു ആക്രമണത്തിന്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസമൊക്കെ 300-350 മിസൈലുകളൊക്കെ ഒരുമിച്ചാണ്. നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ, ടെലവീവിലും ഹൈഫയും അങ്ങനെയുള്ള
രണ്ടാമത്തെ ദിവസത്തെയും മൂന്നാമത്തെ ദിവസത്തെയും ഒക്കെ ടാർജറ്റ് ആയിരുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹൈഫ റീജിയനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹൈഫയും ഗലീലയും ടാർജറ്റ് ഇട്ടായിരുന്നു രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ രാത്രികാലങ്ങളിലെ ആക്രമണം. അതേസമയം തന്നെ ഒരേ സമയം ഓൾ ഇസ്രായേൽ ടാർജറ്റ് ആയിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആദ്യത്തെ 1-2 ദിവസം എല്ലാവരും ഒന്ന് കുലുങ്ങി. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ പോലെ അല്ലല്ലോ, ഇത് കുറച്ചുകൂടെ സീരിയസ് ആണല്ലോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസത്തിലേക്കും ഒക്കെ എത്തിയപ്പം എല്ലാവരും കുറച്ചുകൂടെ മെന്റലി പ്രിപ്പയർഡ് ആയി. ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം കൂടുതലും ഇസ്രായേൽ ഇറാനിലേക്ക് പോയി അവിടുത്തെ ആയുധ ശേഖരണങ്ങളും അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് തൊടുത്തു വിടാനായിട്ട് വെച്ചിരുന്ന മിസൈൽ ശേഖരണങ്ങളും ഒക്കെ തകർത്തു എന്ന് കണ്ടപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം തൊട്ട് ഈ ദിവസം വരെ വിട്ട മിസൈലുകളുടെ എണ്ണം നോക്കിയാൽ എണ്ണം കുറഞ്ഞു വന്നു. ഇപ്പൊ ഇന്ന് രാവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിൽ ഓൾ ഇസ്രായേലായിട്ട് വന്ന ഒരു സൈറൺ ഇന്ന് രാവിലെ, ഇന്ന് 17-ാം തീയതി അല്ലേ, 17-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 8:30-ക്കാണ് ഏറ്റവും ലാസ്റ്റ് വന്ന അലാറം. അന്ന് ആ സമയത്ത് വന്നത് വെറും 30 മിസൈലുകളാണ്. 300-ൽ നിന്ന് 30-ലേക്ക് താന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി, നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്നു.